അപ്പം മാനസികമായൊരു കഴിവാണ് ആത്മീയത. ഏത് തരത്തിലുള്ള പ്രതിസന്ധി വരുമ്പോഴും അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ നിങ്ങൾ അനുഗ്രഹീതരാണ്. നിങ്ങളാണ് സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകൾ. ഇതും നിങ്ങൾ ചോദിക്കും, ഇത്രയും കാലം അമ്പലത്തിൽ പോയിട്ട് എന്തേ ഇവരിങ്ങനെ മാനസികമായി തളർന്നു? അവരമ്പലത്തിൽ പോകുന്നത് മനസ്സിന്റെ കഴിവ് വളർത്താനല്ല, അവരമ്പലത്തിൽ പോകുന്നത് അവിടുത്തെ ഒരു ദൈവം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി. അങ്ങനെ ഒരു ദൈവമുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? അത് ഈ ജന്മം അവർക്ക് സാധ്യവുമല്ല. കാരണം അവർ വിശ്വാസികളാണ്, അവർ ദൈവത്തെ അറിയുന്നവരല്ല. അപ്പം നമ്മുടെ മനസ്സിനെ നമ്മൾ ധ്യാനത്തിലൂടെ ഉയർത്തുമ്പോൾ കപിലൻ പറയുന്നു, അമ്മയ്ക്ക് മാനസികമായി ഉയരാൻ പറ്റും. അപ്പം ചോദിച്ചു, ഈ മനസ്സിനെ ഉയർത്താൻ ഒന്നെനിക്ക് ഉണ്ണി ഈ മനസ്സിനെക്കുറിച്ച് ഒന്ന് വ്യക്തമായി പറഞ്ഞുതരൂ. ഇവിടെയാണ് കപിലൻ ഈ ഒരു വലിയ ശാസ്ത്രം പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ പേരാണ് സാംഖ്യശാസ്ത്രം. 26-ാം അധ്യായം. എനിക്ക് തോന്നുന്നു ഭാരതീയ സംസ്കാരം എന്നത് സാംഖ്യശാസ്ത്രത്തിലൂന്നിയ സംസ്കാരമാണ്. പലപ്പോഴും നമ്മളിതൊന്നും മനസ്സിലാക്കാറില്ല. നമ്മുടെ ഈ ഭഗവത്ഗീത, ഭാഗവതം, ഇതൊക്കെ സാംഖ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. ഗീതയിലെ 2-ാം അധ്യായം ഉണ്ടല്ലോ, സാംഖ്യശാസ്ത്രമാണ്. അതുകൊണ്ടാണ് 2-ാം അധ്യായം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്ക് കാണാം, ഭഗവാൻ പറയും, ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ സാംഖ്യയോഗോ നാമ എന്ന് നോക്കൂ നിങ്ങൾ. 2-ാം അധ്യായത്തിൽ കാണാം സാംഖ്യശാസ്ത്രം. ഭാരതീയ സംസ്കാരം സാംഖ്യശാസ്ത്രത്തിലൂന്നിയാണ്. സാംഖ്യശാസ്ത്രം എന്ന് പറഞ്ഞാൽ, സാംഖ്യം എന്ന് പറഞ്ഞാൽ സംഖ്യ. ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കണേ, മനസ്സിലാക്കണേ നിങ്ങൾ. ഇതൊക്കെ നമ്മുടെ വാസ്തവത്തിൽ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ളൊരു എഡ്യൂക്കേഷൻ നമുക്ക് വേണ്ടതായിരുന്നു. നമ്മളൊക്കെ ഈ അമ്പലത്തിൽ പോയുള്ള ഒരു ഭക്തിയിൽ മാത്രം ജനിച്ച് ജീവിച്ചത് കൊണ്ടുണ്ടല്ലോ ഒരു മഹത്തായ അറിവ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു അമ്പലഭക്തിയിൽ ആളുകൾ അങ്ങനെ മുങ്ങിക്കുളിച്ച് അവിടുത്തെ ദൈവം പ്രശ്നം പരിഹരിക്കുമെന്ന് പരിധി പാവം ഇടിയും കുത്തും കൂടി അവരറിയുന്നില്ല അങ്ങനെ ഒരു ദൈവവും അവിടെ ഇരുന്നു കൊണ്ടൊരു പ്രശ്നവും പരിഹരിക്കാൻ പോകുന്നില്ല. ഇനി ദൈവമുണ്ടെങ്കിൽ പോലും, കൃഷ്ണന്റെ ഒരു വാക്കാണ് അസ്തിശ്ചേദീശ്വരക്കശ്, അങ്ങനെ ദൈവമുണ്ടെങ്കിൽ പോലും നമ്മളെ ഒന്നും ചെയ്യാൻ സാധ്യല്ല. ഇത് നന്ദഗോപരോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്ദ്രയാഗം മാറ്റി ഗോവർദ്ധന പൂജ വെച്ചപ്പോ നന്ദഗോപര് ചോദിക്കുകയാണ്, ഇന്ദ്രൻ കോപിക്കില്ലേ കൃഷ്ണ എന്ന്. അങ്ങനെ ഒരു ഇന്ദ്രൻ ഉണ്ടെങ്കിൽ പോലും നന്ദഗോപരെ നമ്മളെ തളർത്താൻ ആ ഇന്ദ്രന് സാധ്യമല്ലെന്ന് കൃഷ്ണൻ തെളിയിക്കുന്നൊരു രംഗമുണ്ട് അവിടെ. നമുക്ക് പിന്നീട് സന്ദർഭം. ഏതായാലും ഇവിടെ സാംഖ്യശാസ്ത്രം എന്ന് പറയുന്നത് സംഖ്യ. നോക്കൂ നിങ്ങൾ, ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പ് ഇത്ര വലിയ സയൻസ് ലോകത്തിൽ ആർക്കും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. നമ്മുടെ ഭാരത ഋഷീശ്വരന്മാർ പറഞ്ഞത് എത്ര സത്യമാണെന്ന് നിങ്ങൾ കാപിലയോപാഖ്യാനത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണാൻ പറ്റും. കപിലൻ പറയുന്നു, എങ്ങനെയാണ് ഇവിടെ പ്രപഞ്ച വികാസം, ജീവിതം വികസിച്ചു വരുന്നത്. അപ്പോൾ പറയാണ്, ഒരു വശത്ത് പ്രകൃതി, സൂക്ഷ്മ പ്രകൃതി. ഈ സൂക്ഷ്മ പ്രകൃതിയാണ് ഇന്ന് എനർജി എന്ന് പറയുന്ന സാധനം. ആ എനർജിയുടെ വികാസമാണ് കപില ഭഗവാൻ പറയുന്ന പഞ്ചഭൂതങ്ങൾ. ഇന്ന് പഞ്ചഭൂതം എന്നതിന് മോഡേൺ സയൻസ് ആൻസർ പറയുന്നത്, ഈ എന്താ പറയുക, യൂണിവേഴ്സ് വികസിക്കുന്ന സമയത്ത് അത് 5 തരത്തിലേക്ക് വികസിച്ചു എന്നാണ്. അത് സ്പേസായി, അത് എയറായി, അത് ഫയറായി, അത് ലിക്വിഡായി, അത് സോളിഡായി. ഇന്നത്തെ ഫിസിക്സ് ഇതിനെ ഇങ്ങനെയാണ് കാണുന്നതെങ്കിൽ കപിലൻ പറയുന്നു, ഇത് ആകാശമായി, ആകാശാൽ വായു, വായോരഗ്നി, അഗ്നേരാപ്പ, ആപ്പാത് പൃഥിവി. നോക്കൂ നിങ്ങൾ, ഇന്ന് പറയുന്നത് തന്നെ അന്ന് സംസ്കൃതത്തിൽ പറഞ്ഞു, ഇന്നത് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നു. 6ാമത്തെ ഒരു ശക്തി ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. എത്രണ്ണം പറയൂ? ഇതുകൊണ്ടാണ് ഈ യൂണിവേഴ്സിനെ ഇന്ന് ഇംഗ്ലീഷിൽ യൂണിവേഴ്സ് എന്ന് വിളിക്കുന്നതിനെ സാംഖ്യശാസ്ത്രത്തിൽ വിളിച്ച പേര് പ്രപഞ്ചം എന്നാണ്. പ്രപഞ്ചം എന്ന വാക്ക് തന്നെ നോക്കൂ നിങ്ങൾ,
ആ വാക്ക് തന്നെ എത്ര അർത്ഥവത്താണ്. എന്താ പ്രപഞ്ചം? ഹേയ്, ക്ലിക്ക് ചെയ്തില്ല. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ 5 സാധനങ്ങളേ ഉള്ളൂ എന്നർത്ഥം. ഏതൊക്കെ? ആകാശം, വായു, അഗ്നി, ജലം, പൃഥിവി. പൃഥിവി പറഞ്ഞാൽ ഭൂമി എന്നുള്ള അർത്ഥത്തിലല്ല, പൃഥിവി എന്ന് പറഞ്ഞാൽ സോളിഡ് എന്നർത്ഥം. ഈ 5 സാധനങ്ങൾ പ്രപഞ്ചം, ഈ സാധനങ്ങളിൽ നിന്ന് ഉണ്ടായതാണ്, അതിൻ്റെ ഗുണങ്ങളാണ് 5 അനുഭവങ്ങൾ. ഈ അനുഭവങ്ങളെയാണ് ശബ്ദ, ഇതൊക്കെ എഴുതി വെച്ചാൽ നല്ലതാണ്, ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധം. ഏതൊക്കെയാണ്? ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധം. ഈ 5 അനുഭവങ്ങളെ അനുഭവിക്കാൻ പ്രകൃതിയിൽ നിന്ന് രൂപാന്തരപ്പെട്ടു വന്നതാണ് ശബ്ദത്തെ കേൾക്കാനുള്ള കാതുകൾ, സ്പർശത്തെ അറിയാനുള്ള ത്വക്കിന്ദ്രിയം, രൂപത്തെ കാണാനുള്ള നേത്രേന്ദ്രിയം കണ്ണുകൾ, രസത്തെ അറിയാനുള്ള നാവ്, ഗന്ധത്തെ അറിയാനുള്ള മൂക്ക്. 5 ഉപകരണങ്ങളെ നിങ്ങളുടെ ദേഹത്തിൽ ജ്ഞാനം കിട്ടാനായിട്ടുള്ളൂ. 6മത്തതൊന്നുണ്ടെന്ന് തെളിയിക്കാൻ പറ്റുമോ? ഇല്ലേ, നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റില്ല. ഇതൊക്കെ ഞാൻ പറയുന്നത് 2013 പറയുന്നത്, എഴുതി വെച്ചത് കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഒന്നും ഇല്ലാത്ത കാലത്ത് നമ്മളെ പഠിപ്പിച്ച കുറെ ചരിത്രമുണ്ട്, ഹിസ്റ്ററി ഉണ്ട്. എവിടുന്ന ഈ പൊട്ടന്മാരിതൊക്കെ എഴുതി വെച്ച് എനിക്കറിയില്ല. 2000 കൊല്ലം പ്രാകൃതന്മാരായിരുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ മരത്തിന്റെ തോലൊക്കെ കൊടുത്ത ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. ഈ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ ഏറെക്കുറെ ഈ കപിലന്റെ ഒക്കെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അറൗണ്ട് ഒരു 6000 7000 ബാക്കാണ്. മനസ്സിലായില്ലേ? ഭഗവത്ഗീതയ്ക്ക് തന്നെ അറൗണ്ട് 5000 ഇയേഴ്സ് ഉണ്ട്. കൃഷ്ണൻ അവതരിക്കുന്നതിന് മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥമാണ് ഇത് സാഖ്യശാസ്ത്രം എന്ന് പറയുമ്പോൾ കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, ആ മരിച്ചുപോയ സാഖ്യശാസ്ത്രത്തെ ഒന്ന് പുനർജീവിപ്പിക്കലാണ് എൻ്റെ ലക്ഷ്യം എന്ന് കൃഷ്ണൻ പറയുന്നുണ്ടെങ്കിൽ കൃഷ്ണന് മുമ്പ് തന്നെ എന്തുണ്ടാവണം? സാഖ്യശാസ്ത്രമുണ്ട്. അപ്പൊ അതിൻ്റെ പഴക്കം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഭാരതത്തിൻ്റെ മഹത്വമുണ്ടല്ലോ, കരുതിക്കൂട്ടി കുറെ നേതാക്കന്മാർ അതിനെ മറച്ചു വെച്ച് കളയും. കാരണം ഇതൊക്കെ ഒന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ലോകം അംഗീകരിക്കേണ്ടി വരും. 10,000-10,000 വർഷങ്ങൾക്ക് മുമ്പ് വളരെ പ്രബുദ്ധരായൊരു ജനത ഭാരതത്തിൽ ജീവിച്ചിരുന്നു. ഈ 2013 എന്നൊക്കെ പറയുന്ന പൊട്ടന്മാര് പറയുന്നതാണ്. 2013 ഒന്നും അല്ല ഉള്ളത്, 5013 10,013 ഒക്കെയാണ് ഇപ്പോൾ എഴുതേണ്ടത്. അപ്പൊ നമ്മൾ അവരെയൊക്കെ അവഗണിച്ചിരിക്കുകയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള അതാണ് ഈ ക്രിസ്തു എന്നതിനാണ് ലോകം പ്രാധാന്യം കൊടുത്തത്. ഭാരത ഋഷീശ്വരന്മാരെയൊക്കെ മനപൂർവ്വം അവർ ഒഴിവാക്കിയിട്ടുണ്ട്. മനസ്സിലാവുണ്ടോ? നോക്കൂ, ഇതൊന്നും കാലം ആരെയും വെറുതെ വിടില്ല. കഴിഞ്ഞ മാസം ജീസസിനെ ക്രിമേറ്റ് ചെയ്ത സ്ഥലത്ത്, ബറി ചെയ്ത സ്ഥലത്ത്, അതിൻ്റെ തൊട്ടടുത്തൊരു 2-3 കിലോമീറ്റർ അകലെ കുഴിച്ചെടുത്തപ്പോൾ 3000 വർഷങ്ങൾക്ക് മുമ്പുള്ള കേരളീയ മാതൃകയിൽ പണിത ക്ഷേത്രം അവിടെ കണ്ടുകിട്ടിയെന്നാണ് പറയുന്നത്. ഇസ്രായേലിന് ഇപ്പം അടുത്ത കാലത്ത് നടന്ന കഥയാണ്. പത്രത്തിൽ നിങ്ങൾ ആരെങ്കിലും വായിച്ചു പറയില്ലേ, കേരളീയ മാതൃകയിൽ. അപ്പം അതിന് ശ്രീകോവിലുണ്ട്, നമസ്കാര മണ്ഡപമുണ്ട്, ചുറ്റമ്പലമുണ്ട്, ഇതൊക്കെ അവിടെ കാണാൻ സാധിച്ചു എന്നാണ്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഭാരതീയ സംസ്കാരം എത്രയോ രാജ്യങ്ങളിലേക്ക് പടർന്നു പോയിട്ടുണ്ട് എന്നുള്ളത് കാലം തെളിയിക്കും. നിങ്ങളൊക്കെ ഒന്ന് ഗീത പഠിച്ചിട്ടുണ്ടല്ലോ, ഈ ലോകം ഒരു സത്യം മനസ്സിലാക്കും. ഭാരതത്തിനൊരു മഹത്തായൊരു സംസ്കാരം ഉണ്ടായിരുന്നു, അതും ആത്മീയ സംസ്കാരം, മനസ്സിന് ശക്തി പകരുന്നൊരു സംസ്കാരം. വിഷയത്തിലേക്ക് വീണ്ടും വരാം. അപ്പോൾ പ്രകൃതി നമുക്ക് പഞ്ചഭൂതത്തിൽ നിന്ന് 5 ഇന്ദ്രിയങ്ങൾ, 5 അനുഭവങ്ങൾ അനുഭവിക്കാം. പിന്നീട് പ്രകൃതി നമുക്ക് 5 കർമ്മേന്ദ്രിയങ്ങൾ തന്നു, കർമ്മങ്ങൾ ചെയ്യാൻ. കാരണം പ്രകൃതിയുടെ പ്രത്യേകത ആകർഷണ വികർഷണമാണ്. അപ്പോൾ ആകർഷിക്കുകയും വേണം, വികർഷിക്കുകയും വേണം. ഈ കർമ്മങ്ങളൊക്കെ ഒരു വികർഷണത്തിൻ്റെയാണ്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കാണുമ്പോഴേക്കും അതിലേക്ക് ഒരു ആകർഷണം വന്നു, ഉടനെ നമ്മളത് എടുക്കാനും പിടിക്കാനും ഒക്കെ പോവാൻ
അതിന് പ്രവർത്തിക്കാൻ, കർമ്മം ചെയ്യാൻ ചില ഇന്ദ്രിയങ്ങൾ ശരീരത്തിൽ നമ്മുടെ എന്താ പറയുക നിലനിൽപ്പിന് ആവശ്യമായതുകൊണ്ട് പ്രകൃതി 5 കർമ്മേന്ദ്രിയങ്ങൾ രൂപാന്തരപ്പെടുത്തി കർമ്മം ചെയ്യുന്ന ഇന്ദ്രിയങ്ങളെ കർമ്മേന്ദ്രിയങ്ങൾ എന്ന് വിളിക്കുന്നു. നടക്കാനായി കാലുകൾ, എടുക്കാനായി പിടിക്കാനായി കൈകൾ, ശബ്ദമുണ്ടാക്കാനായി ശബ്ദ ഇന്ദ്രിയം. അത് കഴിഞ്ഞിട്ട് കുടിക്കുന്ന വെള്ളമൊക്കെ ശരീരത്തിൽ ബാക്കിയായി കഴിഞ്ഞാൽ അത് വിസർജിക്കാൻ, മൂത്രമൊഴിക്കാൻ ഇന്ദ്രിയം വേണം. കഴിക്കുന്ന ആഹാരം വിസർജ്യ വസ്തുവായി തീർന്നാൽ അതിനെ പുറത്തു തള്ളാൻ ഇന്ദ്രിയം വേണം. ഇങ്ങനെ മൂത്രദ്വാരം, മലദ്വാരം തുടങ്ങിയിട്ടുള്ളതൊക്കെ ശരീരത്തിൽ വന്നു. 5 ഇന്ദ്രിയങ്ങൾ. ഇങ്ങനെ എല്ലാം കൂടെ എത്രണ്ണം? 5 പഞ്ചഭൂതം, 5 ജ്ഞാനേന്ദ്രിയം, 5 കർമ്മേന്ദ്രിയം, വീണ്ടും 5 എണ്ണം. ശ്വസിക്കുന്ന വായു ഉണ്ടല്ലോ, പ്രാണൻ, അതും 5ആയി പ്രവർത്തിക്കുന്നു. ഉള്ളിലേക്ക് വായുവിനെ വലിച്ചെടുക്കുന്ന പ്രാണവായു, ഉള്ളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് തള്ളുന്ന അപാനവായു, ദഹിപ്പിക്കാൻ അവിടെ നിൽക്കുന്ന വ്യാനവായു, ദഹിച്ച ഭക്ഷണത്തെ ഈ ശരീരത്തിൽ രക്തത്തെ കറക്കാനായി, രക്തത്തിനെ ഫോഴ്സ് ചെയ്യാനായി പ്രവർത്തിക്കുന്ന സമാനവായു, കഴിച്ച ഭക്ഷണം പുറത്തേക്ക് തള്ളാനായി, ദഹിച്ചതിന് ശേഷം പുറത്തേക്ക് കളയാനായി ഉദാനവായു. ഇങ്ങനെ പ്രാണ, അപാന, വ്യാന, സമാന, ഉദാന, ഇതൊക്കെ നിങ്ങൾ കേട്ടില്ലേ? പ്രാണായ സ്വാ, അപാനായ സ്വാ എന്നൊക്കെ കേട്ടില്ല മന്ത്രങ്ങൾ കേട്ടിട്ടുണ്ടോ? ആര് കേൾക്കണു സ്വാമി? ഇങ്ങനെയൊക്കെ ചില മന്ത്രങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ശരീരത്തിലുള്ളതാണ്. ഇങ്ങനെ മൊത്തം 20 എണ്ണം. അപ്പം നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നത് പഞ്ചഭൂതം, പഞ്ചജ്ഞാനേന്ദ്രിയം, 5 കർമ്മേന്ദ്രിയം, 5 പ്രാണൻ. ഇതാണ്. ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിൽ ഇങ്ങനെ ഒരു പഠനം നടന്നിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? പറയൂ നിങ്ങൾ. 5000 വർഷത്തെ കപിലന്റെ കണ്ടുപിടുത്തമാണ്. ഒരു റിസർച്ച് സെന്റർ ഒന്നുമില്ല. എന്നാൽ ഇത് മാത്രമാണോ? ഇതിനെ കപിലൻ വിളിക്കുന്നത് സ്ഥൂല ശരീരം എന്ന് വിളിക്കുന്നു. ഇതാണ് പ്രകൃതി. എന്നാൽ നമ്മളെന്ന് പറയുന്ന ഭാഗം പ്രകൃതിയാണോ? ഈ പ്രകൃതി മുഴുവൻ പ്രവർത്തിപ്പിക്കുന്ന ഒരു സൂക്ഷ്മ ശരീരമുണ്ട്. അതിനെയാണ് അന്ധക്കരണം എന്ന് വിളിക്കുന്നത്. അതേതാണ് അന്ധക്കരണം? മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കില്ല. നിങ്ങളുടെ ബ്രെയിൻ എന്ന് വിളിക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് വാസ്തവത്തിൽ ബ്രെയിൻ അല്ല പ്രവർത്തിക്കുന്നത്, മനസ്സ് ബ്രെയിനിലൂടെ പ്രവർത്തിക്കുകയാണ്. ആ മനസ്സിലാണെങ്കിൽ നമുക്ക് പൊതുവേ നമ്മൾ മനസ്സെന്ന് പറയുന്നതിൽ 4 തരം ചിന്തകളുണ്ട്. നിങ്ങൾക്ക് ജിജ്ഞാസ തരുന്ന, സംശയം തരുന്ന, ഊർജം തരുന്ന മനസ്സുണ്ട്, കാര്യങ്ങളെ ഗ്രഹിച്ചെടുക്കുന്ന ബുദ്ധിയുണ്ട്, അതിനെ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ചിത്തമുണ്ട്. ഇതെല്ലാം ചേർന്ന് അതിൽ അഭിമാനിക്കുന്ന ഒരു അഹങ്കാരമുണ്ട്. ഇങ്ങനെ ഉണ്ടോ നിങ്ങൾക്കൊക്കെ? വീട്ടിൽ പോയി തപ്പി നോക്കൂ, ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ 4 അന്ധക്കരണങ്ങൾ. ഈ പഞ്ചഭൂത പ്രകൃതിയും മനസ്സും. ഇനി കപിലൻ പറയുന്നു, ആരാണിതിനെ കൂട്ടിച്ചേർത്തിരിക്കുന്നത്? ഈ ശരീരത്തെയും ഈ എന്താ പറയുക സൂക്ഷ്മ ശരീരത്തേക്ക് ആരാ കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നത്? കപിലൻ പറയുന്നു, കാലരൂപേണ. ആരാണ്? കാലം കൂട്ടിയോജിപ്പിച്ചതാണ്. അതുകൊണ്ട് കാലം ഇതിനെ വേർപ്പെടുത്തും. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ജനനം എന്ന് പറഞ്ഞാൽ അർത്ഥമെടുക്കേണ്ടത് കൂട്ടിച്ചേർക്കുക, കൂടിച്ചേരുക. മരണം എന്ന് പറഞ്ഞാൽ അർത്ഥമെടുക്കേണ്ടത് വേർപിരിയുക. അപ്പോൾ ഇവിടെ ഒരു അവ്യക്തതയുണ്ട്. ശരീരം പഞ്ചഭൂതങ്ങളിൽ നിന്നും വികസിച്ച് വന്നതാണ്. ശ്വസിക്കാൻ വായു വേണം, കുടിക്കാൻ വെള്ളം വേണം, ആഹാരം ഭൂമിയിൽ നിന്ന് തരണം. അതിനെ നിലനിർത്തുന്നത് പഞ്ചഭൂതമാണ്. അവസാനം നമുക്കറിയാം ഇത് മരിച്ചു പോയാൽ തിരിച്ചു പോകുന്നതും. അതുകൊണ്ടാണ് നമ്മുടെ ഭാരതീയ സംസ്കാരം നോക്കൂ നിങ്ങൾ, ഒരാൾ മരിച്ചു കിടന്നാൽ നിലത്ത് കിടത്തുന്നു, കുളിപ്പിക്കുന്നു, ചിതയിൽ കൊണ്ടുവയ്ക്കുന്നു. ഇതൊന്നും മറ്റു മതങ്ങൾക്ക് ഇല്ലാത്തതിൻ്റെ കാരണം നാം അത്രയും സയൻറ്റിഫിക്കായിട്ട് നമ്മളിത് മനസ്സിലാക്കിയത് കൊണ്ട് മണ്ണിൽ ഒരു ദേഹം കിടത്തുമ്പോൾ അല്ലെങ്കിൽ നിലത്ത് ദേഹം കിടത്തുമ്പോൾ
നാം തറയിൽ കടത്തുകയല്ല. മറ്റു മതങ്ങൾ കരുതി നമ്മൾ അനാദരിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് അവർ പെട്ടിയിൽ കൊണ്ടുവയ്ക്കുന്നത്. നമ്മളതിനെ അനാദരിക്കുകയല്ല ചെയ്യുന്നത്. മണ്ണിൽ നിന്നുണ്ടായ ആഹാരം കഴിച്ചു വന്ന ശരീരത്തെ മണ്ണിലേക്ക് തിരിച്ച് അർപ്പിക്കുന്ന സംസ്കാരം, അതിനെ കുളിപ്പിക്കുമ്പോൾ വെള്ളത്തിലേക്ക് സമർപ്പിക്കുന്ന സംസ്കാരം, അതിനെ ചിതയിലേക്ക് വെക്കുമ്പോൾ അഗ്നിയിലേക്ക് സമർപ്പിക്കുന്ന, ഇതാണോ ശരി? നമ്മുടെ ഭാരത സംസ്കാരം ശരിയാണോ? ആണോ അല്ലയോ? പഞ്ചഭൂതത്തിൽ നിന്നും വന്നതിനെ പഞ്ചഭൂതത്തിലേക്ക് തിരിച്ചയക്കുക. ഇത് പ്രപഞ്ച നിയമമല്ലത്. കാരണം പ്രപഞ്ചത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഈവൻ മോഡേൺ സയൻസ് ആക്സെപ്റ്റ് ചെയ്യും, എനർജിയിൽ നിന്ന് വന്നതെല്ലാം എനർജിയിലേക്ക് തിരിച്ചു പോകുന്നു അല്ലേ? ഇത് പ്രപഞ്ച നിയമമാണെങ്കിൽ പഞ്ചഭൂതത്തിൽ നിന്നും വന്നത് പറയൂ. ഇതൊക്കെ ശരിക്കുണ്ടല്ലോ. നമ്മൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ വെറുതെ കുറെ മരങ്ങൾ വെട്ടണതും കുറെ നോക്കൂ നിങ്ങൾ, ഈ ശ്മശാനത്തിന്റെ പേരിൽ എത്ര സ്ഥലമാണ് വെറുതെ വേസ്റ്റ് ആക്കണത്. അതും സങ്കടം തോന്നും. ലോകത്തിൽ വളരെ കുറച്ച് സ്ഥലമുള്ളൊരു സ്ഥലമാണ് സിംഗപ്പൂരിൽ. അവിടെ മുസ്ലിം കമ്മ്യൂണിറ്റിക്കും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കും ഇതിലും വലിയൊരു പണിഷ്മെൻ്റ് ഇല്ല. കാരണം അവർക്ക് ശവസംസ്കാരത്തിന് സ്ഥലമില്ലാത്തത് കൊണ്ട് അവിടുത്തെ ഗവൺമെൻറ് പറഞ്ഞു ബോഡി ഒരിക്കലും ഫ്ലാറ്റാക്കി വെക്കാൻ പറ്റില്ല, കുത്തനെ വെക്കാമെന്ന്. അപ്പോൾ വലിയ കുഴി കുഴിച്ചിട്ട് ആളെ ഇങ്ങനെ വെക്കും. മരിച്ചു കഴിഞ്ഞാലും കിടക്കാനൊരു സൗകര്യമില്ല പറഞ്ഞാൽ നോക്കൂ നിങ്ങൾ. പെട്ടിയിൽ ഇങ്ങനെ നിൽക്കണം കുത്തനെ. ആ പെട്ടിയുടെ മുകളിൽ വേറൊരാൾ, ഒരാളുടെ മുകളിൽ ഒരാളുടെ മുകളിൽ ഒരാളുടെ മുകളിൽ ഒരാളുടെ മുകളിൽ ഒരാളുടെ മുകളിൽ ഒരാൾ. ഓരോ കലവറയും തുറന്നു കഴിഞ്ഞാൽ ഒരു 15 പെട്ടി കാണാം. മനസ്സിലായില്ലേ? എന്തെങ്കിലും ആവശ്യം വന്നാൽ മുകളിൽ താളെ പൊക്കിയിട്ട് വേണം അടുത്ത ആളെ പൊക്കല്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മരിച്ചതിന് ശേഷം കുത്തനെ നിൽക്കണമെന്ന് വല്ല മോഹമുണ്ടോ? ഉണ്ടോ? നോക്കൂ നിങ്ങൾ, ഞാൻ ഒരാളെയും കളിയാക്കല്ല. ഞാൻ പറയുന്നത് എന്തിനാ ഇത്ര പിടിവാശി വെക്കുന്നത് ആളുകൾ ഇതിങ്ങനെ പെട്ടിയിലാക്കി വെക്കാൻ? എനിക്ക് മനസ്സിലാവില്ല. അതെന്താ അറിയോ? ഈ മറ്റ് മതങ്ങൾക്കുള്ളൊരു വീഴ്ച പറ്റിയത് അവർക്ക് ശരീരവും ദൈവവുമേ ഉള്ളൂ. മനസ്സിനെ കുറിച്ചൊരു അറിവും വിദ്യാഭ്യാസവും ഞാൻ ഒരു മതഗ്രന്ഥത്തിലും സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല. നിങ്ങൾ നോക്കൂ, മതപ്രഭാഷണങ്ങളൊക്കെ ശ്രദ്ധിച്ചു നോക്കൂ. ദൈവം അങ്ങനെ പറഞ്ഞിരിക്കുന്നു, ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ദൈവത്തിൻ്റെ കൽപ്പന അതാണ്, ദൈവത്തിൻ്റെ കൽപ്പന. നമ്മുടെ ഭാരത ഋഷീശ്വരന്മാർ ഒരു ദൈവകൽപ്പനയും നിങ്ങളെ പഠിപ്പിക്കുന്നില്ല. പഠിപ്പിക്കുന്നത് മുഴുവൻ നിങ്ങളുടെ മനസ്സിനെ കുറിച്ചാണ്. അതുകൊണ്ടാണ് ഭാരതീയ സംസ്കാരം ഇത്ര സർവൈവ് ചെയ്തത്. മനസ്സിലായില്ലേ? എവിടെ ക്രിസ്ത്യാനിറ്റി ജനിച്ചോ അവിടെ ക്രിസ്ത്യാനിറ്റി ജനങ്ങൾക്ക് ആവശ്യമില്ല. ഞാൻ ഈ പറയുന്നതൊക്കെ എൻ്റെ കണ്ണുകൊണ്ട് കാണേണ്ട കാര്യം. ജർമ്മനിയിൽ ഞാൻ പോയ സമയത്ത് അവിടെ ഒരു പള്ളിയിൽ എഴുതി വെച്ചിരിക്കുകയാണ്, സൺഡേ പ്രയറിന് വരുന്നവർക്ക് ബീർ ഫ്രീ തരുന്നതാണ്. അമ്പലത്തിൽ എഴുതി വെക്കേണ്ട കാര്യമില്ല. ഇസ്ലാം കൺട്രിയിലേക്ക് നോക്കൂ നിങ്ങൾ, എവിടെ എത്തിച്ചു ആ മതം എന്നുള്ളത്. എപ്പോഴും സംഘർഷങ്ങളുടെ ലോകമല്ലേ? എവിടെയാണൊരു സമാധാനമുള്ളത്? സൗദി അറേബ്യയിലെ സ്ത്രീകളോട് ചോദിച്ചു നോക്കും, മതം നിങ്ങൾക്ക് എന്ത് തന്നു എന്ന്. അപ്പൊ പറയൂ അവരത് സത്യം. അമർത്തി വെച്ച് അവരെ ആ രീതിയിലാണ് മതത്തിന്റെ പേരിൽ പീഡിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഇവിടെ നോക്കൂ, ഈജിപ്തിൽ എന്താ സംഭവിക്കുന്നത്, ലിബിയയിൽ എന്ത് സംഭവിക്കുന്നത്. ഇന്ന് ഞാൻ രാഷ്ട്രീയക്കാരെ പോലെ പറയേണ്ട കാര്യമില്ല 1947 എന്ത് സംഭവിച്ചു. നിങ്ങളുടെ മുന്നിൽ TV കാണിച്ചു തരും. നിങ്ങൾക്ക് ഉണ്ടോ? എന്നും ബോംബ് സ്ഫോടനങ്ങളും, എന്നും മതത്തിന്റെ പേരിൽ. ഭാരതത്തിൽ എന്തേ ഇങ്ങനെയൊന്നും ഇല്ലാത്ത ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അത്ര ഒരു ശാസ്ത്രീയത. പക്ഷേ ഇടക്കാലത്ത് നമുക്ക് വീഴ്ച പറ്റി. നമ്മൾ ആ ഗ്രന്ഥങ്ങളിൽ നിന്നും അകന്നു പോയപ്പോഴാണ് ശ്രീബുദ്ധൻ അദ്ദേഹം പറഞ്ഞു, ഐ ആം നോ മോർ എ ഹിന്ദു എന്ന് പറഞ്ഞു. ഞാനൊരു ഹിന്ദുവല്ല. കാരണം ആളുകൾ ഇങ്ങനെ അന്ധമായി കുളിച്ചിരിക്കുകയാണ് യാഗത്തിലും മറ്റുമൊക്കെ. അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരെ ഗ്രന്ഥങ്ങളിലേക്ക് കൊണ്ടുപോയി. ബുദ്ധമത ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടല്ലോ, ധർമ്മപാദം, അത് മുഴുവൻ വേദാന്ത തത്വങ്ങളാണ് പറയുന്നത്. മനസ്സിലായില്ലേ? മുഴുവൻ വേദാന്ത തത്വങ്ങൾ. പരമാത്മാവായി, അന്തരാത്മാവായി ഭഗവാൻ ഇരിക്കുന്നു എന്ന് ധ്യാനം പരിശീലിക്കുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ബുദ്ധൻ്റെ സ്റ്റാച്യു കണ്ടു കഴിഞ്ഞാൽ തന്നെ, ഞാൻ പറയാതെ തന്നെ അറിയാലോ, അദ്ദേഹം ഇരിക്കുന്നത് പ്രാർത്ഥനയിലല്ല, അദ്ദേഹം ഇരിക്കുന്നത് ധ്യാനത്തിലാണ്. മെഡിറ്റേറ്റീവ് ബുദ്ധനാണല്ലോ.
ധ്യാനത്തിനാണ് അവർ പ്രാധാന്യം കൊടുത്തത്. അതുപോലെ ബുദ്ധന്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാം, ഒരു സന്യാസ ജീവിതം, ത്യാഗത്തിൻ്റെ, ഭൗതികതയെ വിട്ടുകൊണ്ട് ആത്മീയത ഉള്ളിലേക്ക് നോക്കുന്ന ആണോ ആ ഒരു സംസ്കാരം. ഈ ബുദ്ധ ഭിക്ഷുക്കളെയൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. അപ്പം ഭാരതീയ സംസ്കാരം എന്താണോ പറഞ്ഞത് അതേ അദ്ദേഹത്തിന് പറയാമല്ലോ. അവസാനം ബുദ്ധൻ പറയുന്നത് ഈ മനസ്സ് പരമാത്മാവിലേക്ക് ലയിക്കുന്നതിന് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് നിർവാണം എന്നാണ്. കേട്ടിട്ടുണ്ടോ? അത് കൃഷ്ണൻ പറഞ്ഞ വാക്കാണ്. ഭഗവത്ഗീതയിൽ കാണാം, ബ്രഹ്മനിർവാണം എന്നൊരു വാക്ക് ഗീതയിലുണ്ട്. എല്ലാ വാക്കുകളും നമ്മുടെ ഇതല്ലാതെ ഒന്നും പറയാനില്ല. ഇതുപോലെ ഭാരതീയ സംസ്കാരത്തിൽ നിന്ന് വിട്ടുപോയ മറ്റൊരു മഹാനാണ് മഹാവീരൻ. അദ്ദേഹം പറഞ്ഞു, ഐ ആം നോട്ട് എ മോർ ഹിന്ദു. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ ധ്യാനം പരിശീലിപ്പിച്ചു. ഒരുപക്ഷെ നമുക്ക് കൂടുതൽ പരിചയമുണ്ടാവില്ല, കാരണം ജൈനന്മാർ ഇവിടെ കുറവായതുകൊണ്ട്. ജൈന സന്യാസിമാര്, നഗ്ന സന്യാസിമാര് ഉണ്ടോ? മൂന്നാമത് നമ്മളിൽ നിന്ന് വിട്ടുപോയൊരു മഹാനാണ് ഗുരുനാനാക്ക്. അദ്ദേഹം പറഞ്ഞു, ഐ ആം നോ മോർ എ ഹിന്ദു. ഇവരൊക്കെ ഉണ്ടല്ലോ ഗ്രന്ഥങ്ങളിലേക്കാണ്. നിങ്ങൾ ഒരു സിഖുകളുടെ ഗുരുദ്വാരയിൽ പോയി നോക്കൂ, അവർ വച്ച് പൂജിക്കുന്നത് വലിയ ഗ്രന്ഥങ്ങളാണ്. ഗ്രന്ഥ സാഹിബ് എന്ന് പറയും. അവരുടെ ഗുരു ഗോവിന്ദ് അടക്കമുള്ള ഒരു 9ഓളം ഗുരു പരമ്പരകൾ, അവരുടെയൊക്കെ ഈ സന്ദേശങ്ങൾ മുഴുവൻ ഗീതയാണ് പറഞ്ഞിരിക്കുന്നത്. ഗീതയും ഭാഗവതവും ഒക്കെ മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ പറഞ്ഞു വരുന്നത്, നമുക്ക് ഇടക്കാലത്ത് ഈ ഗ്രന്ഥങ്ങൾ നഷ്ടപ്പെട്ടുമല്ല, അതുമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് നഷ്ടപ്പെട്ടപ്പോൾ എന്തു പറ്റി? നാം കുറേ അന്ധവിശ്വാസങ്ങളിലേക്ക് വീണുപോയി. അപ്പം അതിൻ്റെയൊക്കെ ചില വിഷമങ്ങളാണ്. അപ്പം നമ്മൾ തിരിച്ചെടുക്കുകയാണ് വീണ്ടും. അതുകൊണ്ട് കപിലൻ പറയുന്നതൊക്കെ നല്ലവണ്ണം ഉൾക്കൊള്ളൂ നിങ്ങൾ. ശരീരം എങ്ങോട്ട് പോകണം? പറയൂ. പഞ്ചവ്. അപ്പം ഈ മനസ്സോ, ഭഗവാൻ പറയുന്നു, മനസ്സെന്ന് പറയുന്നത് അതെന്താണ്? അന്തപുരുഷരൂപേണ. കപിലൻ പരമാത്മാവിന് ഉപയോഗിച്ചൊരു വാക്ക് പുരുഷൻ എന്നാണ്. പുരുഷൻ എന്നുള്ളതിന് ആണ് എന്നർത്ഥം എടുക്കരുത്. അതുകൊണ്ടാണ് ഈ സത്സംഗം ആവശ്യമാണെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കും. പുരുഷൻ എന്നതിന് ആണെന്നും സ്ത്രീ എന്നതിന് പെണ്ണെന്നും അല്ല അർത്ഥം. സ്ത്രീ എന്നതിന് പ്രകൃതി എന്നും പുരുഷൻ എന്നതിന് പൂർണ്ണതയെന്നും അർത്ഥം. കോൺഷ്യസ്നെസ് എന്ന് പറയാണ്. പന്തപുരുഷരൂപേണ കാലരൂപേണ യോബഹി. ഒരു വശത്ത് കാലവും വേറൊരു വശത്ത് പുരുഷനും, പൂർണ്ണത. ഞാൻ നിങ്ങളോട് പറഞ്ഞു അനന്തബോധം എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇപ്രകാരം ഓരോ മനസ്സും അനന്തബോധത്തിൻ്റെ ഒരു ഭാഗമായി നിൽക്കുന്നു. ഈ പുരുഷൻ എന്നുള്ളതിന് രണ്ടർത്ഥമാണ് ശങ്കരാചാര്യസ്വാമികൾ പറയുക. ഒന്ന് പൂർണ്ണത്വാത് പുരുഷ, രണ്ട് പുരിശയനാത് പുരുഷ. പുരി എന്ന് പറഞ്ഞാൽ ശരീരത്തിലിരിക്കുന്ന മനസ്സിനെ പുരുഷൻ എന്ന് പറയും. അപ്പം ഇതൊന്നും ആണെന്നുള്ള അർത്ഥത്തിലല്ലല്ലോ പറഞ്ഞത്. അപ്പം ഞാനും നിങ്ങളും പുരുഷപ്രകൃതി സംയോഗമാണ്, അർദ്ധനാരീശ്വരന്മാരാണെന്നർത്ഥം. ഒരു വശം പാർവതിയും ഒരു വശം ശിവനും എന്ന് പറഞ്ഞാൽ പ്രകൃതിയും പുരുഷനും, ഒരു ബോധമുള്ള മനസ്സും ഒരു പ്രപഞ്ചമായ ശരീരവും കൂടിച്ചേർന്നവരാണ്. ഇതൊക്കെ ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ല. അപ്പം ഇത്രയും ആണ് നമ്മളെന്ന് തിരിച്ചറിഞ്ഞാൽ, ഇനി കപിലൻ പറയുന്നു, അമ്മേ, കാലം ഈ പഞ്ചഭൂത ശരീരത്തെ പതുക്കെ 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 ആരിലേക്ക് തിരിച്ചു കൊണ്ടുപോകും? പ്രകൃതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് അമ്മ ഈ മനസ്സിനെ എന്തു ചെയ്യണം? പൂർണ്ണതയുള്ള പുരുഷനിലേക്ക് കൊണ്ടുപോകണം. അതിനമ്മ എന്ത് വേണം? 28-ാം അധ്യായത്തിൽ കപിലൻ പറയും, ഞാൻ അമ്മയ്ക്ക് ധ്യാനം പറഞ്ഞു തരാം. സഞ്ചിന്തയേ ഭഗവത ചരണാരവിന്ദം. അമ്മ ദിവസവും കുറച്ചു നേരം ഇരുന്ന് ധ്യാനം പരിശീലിക്കൂ എന്നാണ്. അങ്ങനെ പരമാത്മാവിലേക്ക് മനസ്സിനെ ഉയർത്താൻ അമ്മയ്ക്ക് പ്രയാസമാണെങ്കിൽ ഒരു രൂപം മനസ്സിൽ ഭാവന ചെയ്ത് അമ്മയ്ക്ക് 4 തരം ധ്യാനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. സാലോക്യ സാമീപ്യ സാരൂപ്യ സായുജ്യ ധ്യാനം പരിശീലിക്കും. അപ്പം നിങ്ങളൊക്കെ അമ്പലത്തിൽ പോയി ചെയ്യേണ്ട കാര്യം ഇതാണ്. അമ്പലത്തിൽ പോയാൽ സാലോക്യം, ശ്രീകോവിലിനകത്ത് കാണുന്ന രൂപത്തെ ലോക്യ എന്ന് പറഞ്ഞാൽ, അതിന്നാണ് ഇംഗ്ലീഷ് വേർഡ് വന്നത്. ഇംഗ്ലീഷിലെ പല വേർഡുകളും സാൻസ്ക്രിറ്റിൽ നിന്ന് രൂപാന്തരപ്പെട്ടതാണ്.
ലോക്യ എന്ന വാക്കിൽ നിന്ന് വന്നാണ് ലുക്ക് എന്നുള്ള വേർഡ്. ഒരുപാട് വാക്കുകൾ നോക്കൂ നിങ്ങൾ. ഇംഗ്ലീഷിൽ ഫാദർ എന്നുള്ള വാക്ക് വന്നത് സംസ്കൃതത്തിൽ പിതാ എന്നുള്ള വാക്കിൽ, സാൻസ്ക്രിറ്റിലെ മാതൃ എന്നതിൽ നിന്നാണ് വന്നത് മദർ. ഇംഗ്ലീഷിലെ പല വാക്കുകളുടെ റൂട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ലാംഗ്വേജ് ഏതാണ്? സാൻസ്ക്രിറ്റ് ആണ്. നിങ്ങൾക്ക് പല വാക്കുകൾ, ഗ്രീഡ് എന്ന ഇംഗ്ലീഷിലെ വാക്ക്, ഘൃതം സംസ്കൃതത്തിൽ, അനവധി വാക്കുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ആ വാക്ക് വന്നത്. പക്ഷെ ഇതൊന്നും ആരും പറയില്ലട്ടോ. അവരൊക്കെ പറയും ഇതൊക്കെ ലാറ്റിൻ ഭാഷയിൽ നിന്ന് വന്നു. കാരണം നമ്മുടെ ഇതൊക്കെ അങ്ങ് പ്രചരിപ്പിച്ചു പോയാൽ പിന്നെ ഭാരതം നന്നായി പോവില്ലേ എന്നു പറയില്ല. പലർക്കും ഭാരതത്തിനോട് ഇത്ര ഒരു ദേഷ്യം, അത് കുറേയൊക്കെ നമ്മുടെ രാഷ്ട്രീയക്കാരുണ്ടാക്കി വെച്ച. എനിക്ക് തോന്നാണ്ട് ഈ രാഷ്ട്രീയക്കാരൊക്കെ പ്രസംഗിക്കുമ്പോൾ ഒരു സംസ്കൃത വാക്കെങ്കിലും അവരെ പഠിപ്പിക്കണം എന്നുള്ളത്. ഈ രാജ്യത്തോട് എന്തെങ്കിലും ഒരു നന്ദി കാണിക്കണ്ടേ? സംസ്കാരത്തോട് ഒരു വാക്കെങ്കിലും. ഞാൻ അക്കാര്യത്തിൽ അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹത്തിനെ ആദരിക്കണം. അദ്ദേഹം എപ്പോഴൊക്കെ യുണൈറ്റഡ് നേഷനിൽ പോയി പ്രസംഗിച്ചിട്ടുണ്ടോ വേദത്തിലെ ഒരു വാക്ക് അദ്ദേഹം അടിച്ചു വിട്ടുണ്ടാവും. ഏറെക്കുറെ നരസിംഹറാവു, ദേ ആർ സോ സ്കോളേഴ്സ്. അങ്ങനെ രണ്ടുപേരും ഭാരത സംസ്കാരത്തിനെ നല്ലവണ്ണം ചെയ്തിട്ടുണ്ട്. എവിടെയൊക്കെ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട് അവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു നേതാവും ഞാൻ പറയുന്നത് കേൾക്കണില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുക എന്നല്ലാതെ. ഇപ്പോൾ ആ പെണ്ണ് മരിച്ചതുകൊണ്ട് പോയി, അല്ലെങ്കിൽ കുട്ടികൾ കയ്യിലെടുക്കരുത് നിയമം. നോക്കൂ നിങ്ങൾ, അത്രമാത്രം നമ്മുടെ സംസ്കാരം എന്തോ പുറകോട്ട് കൊണ്ടുപോകാനാണ് പലർക്കും താല്പര്യം, അല്ലേ? നിങ്ങൾ നോക്കൂ, ഒരു എഫേർട്ട് ആരും കാണിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് പഠിക്കൂ, കുറച്ചൊക്കെ നമ്മളൊക്കെ ഒന്ന് മെനക്കെടണം, എന്നാലേ ഇതൊന്ന് പൊക്കിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ പറഞ്ഞു വരുന്നത് ധ്യാനം പരിശീലിക്കൂ. അപ്പോൾ അമ്മ ഇത് പറഞ്ഞപ്പോൾ, അമ്മയോട് പറഞ്ഞപ്പോൾ, അപ്പം അമ്മ ചോദിക്കുകയാണ്, ഉണ്ണി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ധ്യാനം ചെയ്യുമ്പോഴെങ്ങാനും എനിക്ക് ഉണ്ണി പറഞ്ഞതുപോലെ ഉയരാൻ പറ്റിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഈ മനസ്സിന്? ഉടനെ ഭഗവാൻ കപിലൻ ആ മനസ്സിൻ്റെ ഗതി പറയുന്ന അധ്യായമാണ്, ബ്യൂട്ടിഫുൾ 30-ാമത്തെ അധ്യായം. അതെന്തല്ലോ ഇന്നത്തെ ഗൈനക്കോളജികൾ പോലും നമസ്കരിച്ചു പോകും. ഇത്ര ഡെപ്തിൽ ഒരു 5000 years മുമ്പ് ഒരു നോളജ് നമുക്കുണ്ടായിരുന്നു എന്നുള്ളത് അത്ഭുതപ്പെട്ടു. നോക്കൂ നിങ്ങൾ ആ പുസ്തകം എടുത്ത് നോക്കൂ. ഭാഗവതത്തിൽ കർമ്മണ ജന്തുനേത്രേണ ജന്തുർദേഹോപപത്തയെ സ്ത്രീയാ പ്രവിഷ്ട ഉദരം പുംസോരേതക്കണാശ്രയ കലലം തു ഏകരാത്രേണ പഞ്ചരാത്രേണ ബുദ്ഭുതം എന്നൊക്കെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ഒരു ഗർഭാശയത്തിൽ എങ്ങനെയാണ് കുട്ടി വന്ന് വീഴുന്നതെന്ന് കപിലൻ പറയുന്നത് ആദ്യം തന്നെ കർമ്മണ, അവനവൻ ശേഖരിച്ചു വച്ചിരിക്കുന്ന സംസ്കാരങ്ങളൊക്കെ, അതാണ് കർമ്മണ. നിങ്ങൾ ശേഖരിച്ച കർമ്മ സംസ്കാരങ്ങൾ, നിങ്ങളുടെ മനസ്സിലെ സ്വഭാവങ്ങൾ, ചിന്തകൾ, ഇതൊന്നും നിങ്ങളുടെ ശരീരം നഷ്ടപ്പെടുമ്പോൾ നഷ്ടപ്പെടുകയില്ല. ഈ സംസ്കാരം എന്ത് സംഭവിക്കും? അത് കർമ്മണ ദൈവനേത്രേണ, കാലം അതിനെ ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് കൊണ്ടുപോയി ആ സ്പേമായി ഒരമ്മയുടെ ഗർഭാശയത്തിലേക്ക് പ്രവേശിക്കാനായി അതിങ്ങനെ സഞ്ചരിക്കും. ഇപ്പം എവിടെയാണ് കിട്ടുക എന്ന് പറയാൻ പറ്റില്ല. ചിലർക്കൊക്കെ വേഗത്തിൽ അഡ്മിഷൻ കിട്ടും, ചിലർക്കൊക്കെ മകൻ വന്ന് അച്ഛനോട് പറഞ്ഞു കോളേജിൽ സീറ്റില്ല എന്ന്, എല്ലാം തീർന്നിരിക്കണമെന്ന്. ഉടനെ അച്ഛൻ പറഞ്ഞു ഞാനൊരു ചെയർ മേടിച്ചു തരാമെന്ന്, നീ അത് കൊണ്ടുപോയിട്ടിരുന്നാൽ മതി എന്ന്. അപ്പോൾ അച്ഛൻ വാങ്ങിച്ചു തരുന്ന ചെയർ കൊണ്ടുപോയിടാനാണോ യൂണിവേഴ്സിറ്റി കോളേജിലെ ക്ലാസ്? അല്ല. അവിടുത്തെ സീറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കാനുള്ള സീറ്റില്ല എന്നല്ലല്ലോ അർത്ഥമാക്കേണ്ടത്. ഇതുപോലെ നമ്മുടെ മനസ്സ് ഇവിടുന്ന് വിട്ടുപോയാൽ ചിലർക്ക് സീറ്റ് കിട്ടും പെട്ടെന്ന്, ചിലർക്ക് അഡ്മിഷൻ പെട്ടെന്ന് കിട്ടില്ല. നോ എൻട്രി, പിന്നെ അടുത്ത ശരീരത്തിലേക്ക്, നോ എൻട്രി, അടുത്ത ശരീരത്തിലേക്ക്, നോ എൻട്രി, അടുത്ത ശരീരത്തിലേക്ക്. പിന്നെ പാലക്കാട് വന്നു, ചിലപ്പോൾ എൻട്രി കിട്ടും. ശരി, ആ ഓരോരുത്തർ എവിടെ ജനിക്കുന്നു എന്നൊക്കെ ഉള്ളതുണ്ടല്ലോ, ആ ഒരു വലിയ അത്ഭുതമാണത്. ഇപ്പം നിങ്ങളൊക്കെ പാലക്കാട് തന്നെ വരണം എന്നൊരു, ചിലർ പാലക്കാടല്ല അവില്യ ജനിച്ചിട്ടുണ്ടാവുക, പക്ഷേ പാലക്കാട് ജീവിക്കണം എന്നായിരിക്കും അവർക്ക്. ചിലർ പാലക്കാട് ജനിച്ചാലും തിരുവനന്തപുരം പോയി ജനിക്കണം എന്നായിരിക്കും. ഇങ്ങനെ ഓരോ മനസ്സിനും ഓരോ തരത്തിലുള്ള എക്സ്പീരിയൻസ്. ഒരു അത്ഭുതം തന്നെയല്ലത്, ആണോ അല്ലയോ?
അത്ര ഒരു അത്ഭുതം നമുക്കിതിൽ കാണാൻ പറ്റും. ഏതായാലും ഒരു എൻട്രി കിട്ടി അമ്മയുടെ ശരീരത്തിൽ. കലലം തൂ ഏകരാത്രീണ, ഒരു കൊഴുത്ത പദാർത്ഥമായി കടന്ന് പിന്നെ ക്രമേണ ഒരു മാസം കൊണ്ട് അണ്ടം ഒരു അണ്ടാകൃതി എടുത്തു എന്നാണ്. ഒരു മുട്ടയുടെ ആകൃതി കിടക്കും. ഇതൊന്നും ഇന്നത്തെ ഗൈനക്കോളജിസ്റ്റുകൾ എത്ര മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. ഏതായാലും അവിടുന്ന് ആ ഒരു തല വികസിച്ചതിന് ശേഷമാണ് ഈ സൂക്ഷ്മ ശരീരമായ മനസ്സ് മൂർധാവിലൂടെ അകത്ത് കയറുന്നത്, ബ്രെയിനിലേക്ക് കയറുന്നത്. കാരണം മനസ്സിന് പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? ശ്രദ്ധിക്കണേ, ബ്രെയിൻ ഡെവലപ്പ് ചെയ്തിട്ടല്ല മനസ്സ് കയറുന്നത്. ബ്രെയിൻ അല്ല മനസ്സിനെ ഉണ്ടാക്കുന്നത്. ഈ ബ്രെയിൻ ഡെവലപ്പ് ചെയ്തതിന് ശേഷമേ മനസ്സിന് അതിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അത് ഡെവലപ്ഡ് ആവുന്നു. ആദ്യം ഒരു കുട്ടിയിൽ ഡെവലപ്പ് ചെയ്യുന്നത് കുട്ടിയുടെ, പറയൂ, കാലാണോ തലയാണോ? തലയാണ് ആദ്യം രൂപാന്തരം. ഈ കുട്ടികളുടെയൊക്കെ മൂർധാവ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ചെറിയൊരു സ്ഥലത്ത് ഒരു സോഫ്റ്റ്, അതിനെ ബ്രഹ്മരന്ധ്രം എന്ന് പറയും. അതിലൂടെയാണ് ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുന്നത്. അത് കണക്ട് ചെയ്തു. അപ്പോൾ ആദ്യം തന്നെ എന്താ പറയുക, ഈ കമ്പ്യൂട്ടറിലൊക്കെ ഉണ്ടല്ലോ USB വെക്കാനുള്ള, അതേപോലെ ഒരു ചെറിയ സ്ലോട്ട് ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് പറയാണ്. ഡൗൺലോഡ് ചെയ്തു, മനസ്സ് അതിൻ്റെ അകത്ത് കഴിയും. പിന്നെ അവിടുന്ന് ഡിസൈൻ ചെയ്യും, കൈ വേണോ കാല് വേണോ, കർമ്മ ആ സംസ്കാരം ഉണ്ടല്ലോ, എങ്ങനത്തെ ശരീരം വേണം ഒക്കെ ഡിസൈൻ ചെയ്ത് അങ്ങനെ വളർന്ന് ഒരു 3 മാസം 3 മാസം ആകുമ്പോഴേക്കും ത്രിപി, ലിംഗ ഛിദ്രോദ്ഭവ ത്രിപി, ആ കുട്ടിക്ക് ലിംഗം എന്ന് പറഞ്ഞാൽ ഇവിടെ സെക്സ് എന്നത് ആ കുട്ടിയുടെ ശരീരത്തിൽ ആണെന്നോ പെണ്ണെന്നോ എന്നത് അറിയപ്പെടുന്നതാണ്. ഇന്ന് എക്സാക്ട്ലി സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 3 മാസം ആയാൽ ആ കുട്ടി ഗർഭത്തിലിരിക്കുന്നത് ആണാണോ പെണ്ണാണോ എന്നറിയാം. ഈ പറയുന്നതൊന്നും സ്കാനിങ് ഒന്നും ചെയ്തിട്ടല്ല പറയുന്നത് കപിലൻ. 4ാമത്തെ മാസാകുമ്പോഴേക്കും അമ്മയുടെ ശരീരവുമായി കണക്ട് ചെയ്തു. 5ാമത്തെ മാസാകുമ്പോഴേക്കും ക്ഷുത്രിദ്ഭവ, കുട്ടിക്ക് വിശപ്പും ദാഹമൊക്കെ വന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. 6ാമത്തെ മാസമാകുമ്പോൾ ആ കുട്ടി കുച്ചോ ബ്രാഹ്മ്യതി ദക്ഷിണേ, ആ കുട്ടി പതുക്കെ ചരിയാൻ തുടങ്ങും അത്രേ. 6ാമത്തെ മാസമാണ് കുട്ടിക്ക് ബോധമുണരുന്നത് എന്നാണ്. 6 മാസം ആയ ഒരു കുട്ടിക്ക് ഈ ചുറ്റുപാടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ സെൻസ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നാണ് കപിലൻ പറയുന്നത്. പിന്നെ ആ കുട്ടിക്കുണ്ടല്ലോ അമ്മ കഴിക്കുന്ന ആഹാരം അതൊക്കെ കട്വാമ്ല ലവണ അത്യുഷ്ണ രൂക്ഷ അമ്ല ഉൽബണേ മാതൃപുങ്ക്തേ ഉപസൃഷ്ട സർവാംഗോത്തിത വേദന. എരിവും പുളിവൊക്കെ ഉള്ളത് വല്ലാതെ കഴിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് ശരീരം മുഴുവൻ വേദന അനുഭവപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മൂർച്ഛാമാപ്നോതി, അങ്ങനെയൊക്കെ അവിടെ കടന്ന് നരകം അനുഭവിക്കുന്നൊക്കെയാണ് പറയുന്നത്. കാരണം കുട്ടിയുടെ ഉള്ളിൽ നിന്ന് കുറേ മൂത്രവും മലമൊക്കെ പോകും, അതിലേക്കാണ് ഈ തല വന്ന് വീഴ. പിന്നീട് കുറച്ചു കാലം അതിലാണ് കിടക്കുക. അങ്ങനെയൊക്കെ കടന്ന് അങ്ങനെ പുറത്തു വരുന്നൊരു സമയം, പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് പ്രസൂതി വായു തള്ളുമ്പോൾ അപ്പോൾ ഭയം വരും മനസ്സിൽ നിന്നാണ്. ഒരു കുഞ്ഞ് ആദ്യം അനുഭവിക്കുന്ന വികാരം, ഗർഭപാത്രത്തിൽ വെച്ച് ഫസ്റ്റ് അനുഭവപ്പെടുന്ന വികാരം ഭയമാണ്. എന്തിനാ ഭയം അനുഭവപ്പെടുന്നത്? കാരണം അമ്മയുടെ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ച ആ കുഞ്ഞ് അതിൽ നിന്ന് വേർപ്പെടുമ്പോൾ താൻ എവിടെ നിന്നോ ഒന്ന് വേർപ്പെട്ടിരിക്കുന്നു എന്നൊരു ചിന്ത ആ മനസ്സിൽ ഭയം വരുത്തുമ്പോൾ ആ നിമിഷം അറിയാതെ ഒന്ന് ദൈവത്തെ വിളിച്ചു പോകുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഈശ്വരനെ വിളിക്കുന്നത് മനസ്സിൽ എന്ത് വരുമ്പോഴാണ്? ഭയം വരുമ്പോഴാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാവട്ടെ അറിയാതെ ദൈവമേ എന്നൊന്ന് വിളിച്ചു പോവര്. മനസ്സിലായില്ലേ? പണ്ടാരോ ദൈവത്തെ നിന്ദിക്കുന്നൊരു പുസ്തകം എഴുതി, നിരീശ്വരവാദത്തിൻ്റെ പുസ്തകം, ഗുരുവായൂരപ്പനെയൊക്കെ കളിയാക്കിക്കൊണ്ടുള്ളൊരു പുസ്തകമൊക്കെ കിട്ടി. നമ്മുടെ അത്തരം പുസ്തകങ്ങൾക്കൊക്കെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകളൊക്കെ കൊടുക്കും ഗവൺമെൻറ്. കാരണം അങ്ങനത്തെയൊക്കെ ആണല്ലോ പ്രചരിക്കേണ്ടത് നമുക്ക്. ഏതായാലും അവാർഡൊക്കെ കിട്ടിയപ്പോൾ ഇദ്ദേഹത്തിനോട് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, അങ്ങക്ക് ഈ അവാർഡിനെ കുറിച്ച് എന്താ പറയാനുള്ളതെന്ന്. അദ്ദേഹം പറഞ്ഞു, എല്ലാം ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹം. ഈ ലോകമാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ഈ നിരീശ്വരവാദികളെന്ന് പറയുന്നവരാണ് അവരൊക്കെ. അതിലും വലിയ ഭക്തന്മാരാണ്. പക്ഷെ പുറമേക്കൊക്കെ പറയുമ്പോൾ ഗംഭീരമായിട്ടൊക്കെ അടിച്ചു പറയും. ഉള്ളിൻ്റെ ഉള്ളിൽ ആരും അറിയാതെ ഗുരുവായൂരപ്പാ
കൃഷ്ണ എന്നൊക്കെ വിളിക്കുക. ഇതല്ലാതെ വേറെ എന്ത് വിളിക്കാൻ പറ്റും? ഭാര്യയുടെ പേര് വിളിക്കാൻ പറ്റുമോ? ഭയം വരുമ്പോൾ അമ്മായിയമ്മയുടെ പേര് വിളിക്കാൻ പറ്റുമോ? അമ്മായിയപ്പൻ്റെ പേര് വിളിക്കാൻ പറ്റുമോ? വിളിക്കാൻ പറ്റിയ പേര് കൃഷ്ണ, രാമ എന്നൊക്കെയാണ്. ആണോ? ദൈവമേ എന്നൊക്കെയല്ലേ വിളിക്കുക. അപ്പോൾ ഭയമാണ് ഒരു വ്യക്തിയെ ആദ്യം പിടിക്കുന്നത്. ഏതായാലും അവിടെ വെച്ചൊരു ദൈവ വിചാരം, ഈശ്വര വിചാരം വന്ന് ആ ജീവൻ, ആ ഒരു മനസ്സ് ഒരു സ്തുതിക്കുന്നത് ഭാഗവത്തിൽ എഴുതി വച്ചിരിക്കണോ. പറയുന്നത് അവസാനം ഇതാണ്, തസ്മ, ഒരു പ്രതിജ്ഞ ചെയ്യുകയാണത്രേ. ഈ മനസ്സ് അമ്മയുടെ ഗർഭപാത്രത്തിലിരുന്ന ഒരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് എന്നാണ് കപിലൻ പറയുന്നത്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ അറിയില്ല, നിങ്ങളൊക്കെ പ്രതിജ്ഞ ചെയ്തത് ഉണ്ടോ? ആർക്ക് ഓർമ്മയുണ്ട്? കപിലൻ പറയുന്നു നമ്മളൊക്കെ ഒരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. എന്താ പ്രതിജ്ഞ? തസ്മാദഹം വിഗത വിക്ലവ ഉദ്ധരിഷ്യ ആത്മാനമാശ തമസാത്മസുഖദാത്മദൈവ ഭൂയോ യഥാ വ്യസനമേതനേകരന്ധ്രം മാമേ ഭവിഷ്യതു ഉപാസിത വിഷ്ണുപാദ. ഓരോ മനസ്സും ഒരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് എന്നാണ്. എനിക്ക് വീണ്ടും ഭൂയോ വ്യസനം ഉണ്ടാവരുത്. അതുകൊണ്ട് അഹം വിഷ്ണുപാദ, ഞാൻ ഭഗവാന്റെ പാദത്തെ തന്നെ അഭയം ശരണം പ്രാപിച്ചു കൊള്ളാം. ഞാൻ അതിലൂടെ ഉദ്ധരിഷ്യേ ആത്മാനം, ഞാൻ എന്നെ തന്നെ ഉയർത്തിക്കൊള്ളാം എന്നൊക്കെ നിങ്ങൾ അമ്മയുടെ ഗർഭപാത്രത്തിലിരുന്ന് പറഞ്ഞിട്ടുണ്ട് അത്രേ. പക്ഷെ നിങ്ങൾക്ക് ഓർമ്മയില്ല എന്ന് മാത്രം. പക്ഷേ നിങ്ങൾ അതൊക്കെ പറഞ്ഞ് പുറത്ത് വന്നപ്പോഴേക്കും ആ സമയത്ത് പറഞ്ഞതൊക്കെ മറന്നു. പിന്നെ ഓർമ്മിപ്പിക്കാൻ നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളെ സമ്മതിപ്പിച്ചില്ല. അപ്പോഴേക്കും നിങ്ങളുടെ കയ്യിൽ കുപ്പി തന്നു. പിന്നെ നിങ്ങൾ കുപ്പി പിടിക്കാൻ തുടങ്ങി, അത് കുടിക്കാൻ തുടങ്ങി. സ്കൂളിൽ പോകുമ്പോഴും ആദ്യം ചോദിക്കുക പുസ്തകം വെച്ചു എന്നല്ല, ബോട്ടിൽ വെച്ചു എന്നല്ല. അങ്ങനെ അത് കഴിഞ്ഞ് വളരും തോറും ബോട്ടിലുകൾ പലതായി മാറി. സപ്താഹത്തിന് പോകുമ്പോഴൊരു ഒരു ബോട്ടിൽ വേണം, എവിടെ പോകുമ്പോഴൊരു ഒരു ബോട്ടിൽ വേണം. അവസാനം എന്തായി? ചാവാ നേരത്തും കാണുന്നത് തൂങ്ങിക്കിടക്കുന്ന ബോട്ടിലാണ്. അങ്ങനെ ബോട്ടിലിൽ നിന്നും ബോട്ടിലിലേക്ക് ജീവിതം മാറി. അവസാനം മന്ത്രം പൂർണ്ണമത പൂർണ്ണമിതം എന്നല്ല, ബോട്ടിലത ബോട്ടിലിതം. അവസാനം ബോട്ടിലേവ അവശിഷ്യതേ, വീണ്ടും ഒരു ബോട്ടിൽ പിടിക്കാനായി പുനരഭിജനനം. എന്താ നോക്കൂ, ഇതല്ലേ കാണുന്നത്? പരമാത്മാവിനെ പിടിച്ചോളാന്ന് പറഞ്ഞ ആള് ബോട്ടിൽ പിടിക്കേണ്ട അവസ്ഥ വന്നു. അവസാനം പരമാത്മാവില്ല, ബാക്കിയുള്ള ആത്മാക്കളൊക്കെ ഉണ്ട്. ദോശമാവുണ്ട്, ഇഡ്ലിമാവുണ്ട്, പരമാത്മാവില്ല, പ്രേതാത്മാവുണ്ട്, എല്ലാവരും ഉണ്ട്. ഏതായാലും ഇവിടെ കപിലൻ ഇതെല്ലാം പറഞ്ഞ് അമ്മയോട് പറഞ്ഞു, അമ്മയുടെ മനസ്സ് അമ്മ എന്ത് വേണം? ഉദ്ധരിഷേ, ഉയർത്തിക്കൊള്ളൂ. അങ്ങനെ ധ്യാനവും മറ്റും പറഞ്ഞു കൊടുത്ത് ആ അമ്മയുടെ മനസ്സ് ഉയർത്തി. കപിലൻ പറഞ്ഞു, ഇനി ഞാനിവിടുന്ന് പോവുകയാണ്, കാരണം സമയം വൈകിപ്പോയി, അതുകൊണ്ട് ഞാനിവിടുന്ന് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ കപിലൻ പോയതിനു ശേഷം ഇതൊക്കെ മനസ്സിലാക്കണേ. ഭാഗവതത്തിലെ 33-ാമത്തെ അവസാനത്തെ അധ്യായത്തിൽ കപില ഭഗവാൻ പോയതിനു ശേഷം കപിലൻ്റെ അമ്മ എന്തു ചെയ്തു എന്നാണ് പറയുന്നത്. ധ്യായതീ ഭഗവദ്രൂപം യധ്യാനഗോചരം സ്വതപ്രസന്ന വസനം. ആ അമ്മ തൻ്റെ പുത്രൻ പറഞ്ഞു തന്ന പ്രകാരം ധ്യാനം പരിശീലിച്ച് ഏവം സ കപിലോക്തേന മാർഗേണാചരിതപ്പരം ആത്മാനം ബ്രഹ്മനിർവാണം ഭഗവന്തം അവാപ്പ്. നിരന്തരമായ അഭ്യാസത്തിലൂടെ ഭഗവാൻ കപിലൻ പറഞ്ഞു കൊടുത്ത പ്രകാരം ആചരിച്ചപ്പോൾ ആത്മാനം ബ്രഹ്മനിർവാണം, ഈ മനസ്സിനെ ആരിലേക്ക് എത്തിച്ചു? പരമാത്മാവിലേക്ക് അർപ്പിച്ച് ഉറപ്പിച്ച് ലയിപ്പിച്ച് ഭഗവന്തം അവാപ്പ്, ഭഗവാനായി തീർന്നു എന്നാണ്. അപ്പം നേരത്തെ ഒരു ഭീരുവായ അമ്മ, ദുർബലയായ അമ്മ കപിലൻ പറഞ്ഞ പ്രകാരം ആചരിച്ചപ്പോൾ അവസാനം ആയത് തൻ്റെ മനസ്സ് പരിപൂർണമായി പരമാത്മാവിൽ ലയിച്ചു ചേർന്ന് ഭഗവാനായി തീർന്നു എന്ന് പറഞ്ഞു തരുന്ന ഒരു ഉപാഖ്യാനമാണ്. ഏതാണ്? അപ്പോൾ ഒരു അമ്മയുടെ മനസ്സിനെ ഉയർത്തിയ കപിലൻ്റെ ഉപദേശമാണ് കാപിലയോപാഖ്യാനം. ഇതാണ് ആത്മീയത. അതുകൊണ്ടാണ് ഞാൻ രാവിലെ നിങ്ങളോട് പറഞ്ഞത്, നമുക്ക് സോഷ്യലിസം അല്ല വേണ്ടത്, സ്പിരിച്വലിസമാണ് വേണ്ടത്. അവനവനും ഉയരണം, മറ്റൊരാളെയും ഉയർത്താൻ സാധിക്കുന്ന ഒരു മഹത്തായ സംസ്കൃതി നമുക്കുണ്ട്. അതുകൊണ്ട് നിങ്ങളൊക്കെ ഇത് പഠിച്ചു വയ്ക്കൂ.
നിങ്ങളും ധ്യാനം പരിശീലിക്കൂ, നിങ്ങളും മാനസികമായി ഉയരൂ, മറ്റൊരാളെയും നമുക്കതിലൂടെ ഉയർത്തിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇതിലും വലിയൊരു സേവനം നിങ്ങൾക്കിനി ചെയ്യാനില്ല. നിങ്ങളെക്കൊണ്ട് പ്രയോജനം വരും മറ്റുള്ളവർക്ക്. അതല്ല വെറും നിങ്ങൾ ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കുന്നതിൽ മാത്രമാണ് ശ്രദ്ധയെങ്കിൽ, അതും കഴിഞ്ഞ് കുങ്കുമപ്പൂ കാണുന്നതിലാണ് ജീവിതമെങ്കിൽ, കുറേ കഴിഞ്ഞാൽ നിങ്ങളെക്കൊണ്ടൊരു പ്രയോജനവുമില്ലാതെ വന്നാൽ ഒരു ദിവസം നിങ്ങൾ റോട്ടിലിറങ്ങി കരയേണ്ടി വരും. അപ്പോഴാണ് നിങ്ങൾ പറയുക, ആരും നോക്കാനില്ല, ആരും ഒന്നും സ്നേഹിക്കാനില്ല, ലോകം ഇങ്ങനെയാണ്. ഈ ലോകത്തെ ഇങ്ങനെയാക്കി മാറ്റിയത് നമ്മളൊക്കെയാണ്. ക്രൂരമായ സംസ്കാരത്തിലേക്ക് എത്തിച്ചത് നമ്മളൊക്കെയാണ്. അതുകൊണ്ട് നമ്മളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ ഒരു സമയം നമ്മൾ ഇതിനൊക്കെ ചെലവഴിക്കൂ. പലരും കരുതിയിരിക്കുന്നതൊന്നും എൻ്റെ ജോലിയല്ല, വല്ല സ്വാമിമാരും ചെയ്തോട്ടെ എന്നാണ്. ഇതൊന്നും ഞാനെന്തിനാ ഇതൊക്കെ ചെയ്യണത്? ഞാൻ എൻ്റെ ഭർത്താവിനെയും കെട്ടിയോളിയും കുട്ടിയോളിയും നോക്കുന്നു, അതാണ് എൻ്റെ ജോലി. അവരെ നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ കഴിഞ്ഞു എന്നാണ് കൃഷ്ണൻ പറയണോ. ഫൂളിഷായി ജീവിക്കരുത്. നിങ്ങൾക്ക് 2 ധർമ്മങ്ങളുണ്ടെന്ന് മറക്കരുത്. ഒന്ന്, കല്യാണം കഴിഞ്ഞു, ശരിയാണ്, ഈ ഉത്തരവാദിത്വങ്ങളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ അവനവനെ ഉയർത്തുന്നത് ചെയ്തിട്ടില്ലെങ്കിൽ നാളെ കൂടിയല്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും അപ്പോൾ ഇരുന്ന് കരയേണ്ടി വരും. നിങ്ങൾ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. ഞാനൊരു ശ്ലോകം കൂടി പറഞ്ഞു നിർത്തുകയാണ്. ഭഗവത്ഗീതയിൽ 6-ാമത്തെ അധ്യായത്തിൽ 18-ാമത് ശ്ലോകം കൃഷ്ണൻ പറയും, യുക്താഹാരവിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. നിങ്ങൾക്ക് ദുഃഖമില്ലാത്തൊരു ജീവിതം വേണോ എങ്കിൽ നിങ്ങൾ നോക്കൂ, ഇതെല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ഗംഭീരമായൊരു ഉപദേശമാണ്. ആഹാരം കഴിക്കാൻ നിങ്ങൾ സമയം ചെലവഴിക്കുന്നുണ്ട് ഉണ്ടോ? TV കാണാൻ, അന്ന് വിഹാരം എന്ന് പറഞ്ഞാൽ കളിയായിരുന്നു, ഇന്നിപ്പോൾ TV ആണ് വിഹാരം. ഇന്ന് നമ്മൾ TV കാണാൻ കുറച്ചെങ്കിലും സമയം ചെലവഴിക്കാത്തവരുണ്ടോ? ഉണ്ടോ? ഒന്നുമില്ല. തീരെ ഒരു പ്രോഗ്രാമും കാണാറില്ലേ? നിങ്ങളെന്താ ഈ ലോകത്തിലല്ലാത്ത ജീവിതം? എനിക്ക് അറിയില്ല സമയം. കുറച്ചൊരു സമയം ചെലവഴിക്കില്ലേ? വിഹാരം. അവനവൻ്റെ കടമകൾ ചെയ്യാൻ സമയം ചെലവഴിക്കില്ലേ? കർമ്മസു. ഉറങ്ങാൻ സമയം ചെലവഴിക്കുന്നില്ലേ? ഇതിൻ്റെയൊക്കെ കൂട്ടത്തിൽ അല്പം സമയം ധ്യാനത്തിനും ഉപയോഗിക്കൂ എന്ന് കൃഷ്ണൻ പറയാം. അവബോധസ്യ. എങ്കിൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല. നമ്മളത് മാത്രം ചെയ്യില്ല, പിന്നെ എങ്ങനെയാണ് നമ്മൾ നേരെയാവുക? അപ്പം ദുഃഖം ഇല്ലാതെയാക്കാനുള്ള വഴി ധ്യാനത്തിലൂടെ മനസ്സിനെ പരമാത്മാവിലേക്ക് ആകർഷിപ്പിച്ച്, പരമാത്മാവിലേക്ക് ആകർഷിക്കും തോറും അതിന് വേണ്ടാത്ത ചിന്തകളിൽ നിന്നും നമുക്ക് വികർഷിപ്പിക്കാൻ സാധിച്ചാൽ, വിയോഗം ചെയ്യാൻ സാധിച്ചാൽ, അവരെ ഒരു ദുഃഖത്തിനും അലട്ടാൻ സാധ്യമല്ല. എത്ര ശാസ്ത്രീയമായൊരു അപ്രോച്ച് അല്ലേ? പ്രായോഗികമായൊരു അപ്രോച്ച് ആണോ അല്ലയോ? ഒരിടത്തേക്ക് ആകർഷണം വരുമ്പം വേറൊരിടത്തുനിന്ന് പറയൂ മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ പിന്നെ ദുഃഖം നിങ്ങളെ അലട്ടുന്ന പ്രശ്നമില്ല. ഈ ഒരു അപ്രോച്ച് അത് നമ്മളും അഭ്യസിക്കണം. അത് നമ്മൾ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുത്താൽ അവരുടെയും ദുഃഖത്തെ നമുക്ക് ദുഃഖമില്ലാതേക്കാൻ പറ്റില്ല, പക്ഷേ ദുഃഖത്തിൻ്റെ ഇഫക്റ്റ്, ദുഃഖത്തിൻ്റെ സ്വാധീനം അവരിൽ പറയൂ കുറയും. നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടത് ഉണ്ടോ? ഏത് ദുഃഖം നിങ്ങളെ അലട്ടുന്നോ നിങ്ങളുടെ ശ്രദ്ധ വേറൊന്നിലേക്ക് പോയാൽ ആ ദുഃഖം തൽക്കാലത്തേക്ക് മാറില്ലേ? നല്ല തലവേദന പിടിച്ചിരിക്കുന്ന സമയത്ത് വീട്ടിലൊരു അതിഥി കയറി വരുന്നു, അതും ദുബായിലുള്ള അമ്മാവൻ കയറി വരുന്നു, കയ്യിലാണെങ്കിൽ നല്ലൊരു ബാഗും ഇരിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ പിന്നെ നിങ്ങൾ തലവേദന പിടിച്ചിരിക്കുവോ? തലവേദന അതോടുകൂടി പോയി. അമ്മാവൻ ആ ബാഗൊക്കെ തുറന്ന് അതിൽ നിന്ന് സ്വർണത്തിൻ്റെ ഒരു പെട്ടി എടുക്കണു. അതിൽ നിന്ന് നോക്കുമ്പോൾ ഒരു 5 പവൻ്റെ ഒരു മാല കാണുന്നു. നിങ്ങളപ്പോഴേക്കും ചായയാണ് ഉണ്ടാക്കാൻ വിചാരിച്ചത്, ചായയൊക്കെ ഒഴിവാക്കി ഹോർലിക്സ് തന്നെ കലക്കി കൊടുക്കണു. കാരണം ഇതൊക്കെ കൊണ്ടുവന്ന് അമ്മാവിന് മോശമാക്കാൻ പാടില്ലല്ലോ. ഹോർലിക്സ് ഒക്കെ കുടിച്ചിട്ട് അമ്മാവൻ പറഞ്ഞു, എൻ്റെ തങ്കം അത് പെട്ടിയിലാക്കൂ, ഇതെൻ്റെ സുഹൃത്ത് ഭാസ്കറിന് കൊടുക്കാനുള്ളതാണ്. പോയ തലവേദന അതോടുകൂടി തിരിച്ചു വരുന്നു. നിങ്ങളുടെ ജീവിതമല്ലേ ഇത്? ഇത്രയേ ഉള്ളൂ നമ്മുടെ കാര്യം. ആ സ്വർണം കണ്ടതോടുകൂടി തലവേദന പോയി. സ്വർണം തൻ്റെ അല്ലാതെ കരുതി മനസ്സിലായതോടുകൂടി പോയ തലവേദന തിരിച്ചു വന്നു. ഇതാണ് സത്യം. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സാണ് നിശ്ചയിക്കുന്നത് തലവേദന വേണോ
തലവേദന വേണ്ട, ഇതൊക്കെ നിങ്ങൾ തീരുമാനിക്കൂ. വാട്ട് ടൈപ്പ് ഓഫ് ലൈഫ് യു വാണ്ട് ഇസ് അബ്സല്യൂട്ട്ലി ഇൻ യുവർ ഹാൻഡ്. ഫ്രീഡം ഈസ് യുവേഴ്സ്, ചോയ്സ് ഈസ് യുവേഴ്സ്. നിങ്ങളുടെ കയ്യിലാണ്. അതുകൊണ്ട് ധന്യമായൊരു ജീവിതം നമുക്ക് നയിക്കാൻ ഈ ഉപദേശങ്ങളൊക്കെ നമുക്ക് വഴിയൊരുക്കട്ടെ.